കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് അത്. അവിടെ BSNL ഓഫീസിന് സമീപത്തും SFIയുടെ പ്രതിഷേധമുണ്ടാവുന്നു. ഗവർണർക്കെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ BSNL ഓഫീസിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയും ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളതറിയില്ല. പോലീസ് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നു. റാഫി, കൊച്ചിയിലെ BSNL ഓഫീസിന് മുന്നിലെ പ്രതിഷേധം എങ്ങനെ റാഫി? ശക്തമായ പ്രതിഷേധമാണ് കൊച്ചിയിലെ BSNL ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തുന്നത്. SFI പ്രവർത്തകർ പ്രതിഷേധമാക്കിയപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. അതോട് പിന്നാലെ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചതിൽ ഒരു SFI പ്രവർത്തകയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിലുള്ള സംഘർഷമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ശരി, അവിടെ കൊച്ചിയിൽ BSNL ഓഫീസിന് മുമ്പിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴവിടെ ഒരു സംഘർഷാവസ്ഥ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. രാജ്ഭവന് സമീപത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നു. കണ്ണീർ വാതകം പ്രയോഗിക്കും എന്ന മുന്നറിയിപ്പ് പോലീസ് നൽകിയിരുന്നെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. കൊച്ചിയിലെ BSNL ഓഫീസ് പ്രതിഷേധത്തിൽ വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ പ്രതിഷേധം. പ്രവർത്തകർ കൂട്ടമായി എത്തി ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയതിന് പിന്നാലെ അവിടെ പ്രവർത്തകർക്ക് നേരെ രണ്ടാമതും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് വിവിധയിടങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഗവർണർക്കെതിരെ ഗവർണർ സ്വീകരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് SFI കടക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റാഫി കരീം നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാഫി, അവിടെ വീണ്ടും ജലപീരങ്കി. റാഫി, തീർച്ചയായും വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തകർ പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. രണ്ടാം വട്ടമാണ് പ്രവർത്തകർക്കെതിരെ പോലീസ് തയ്യാറാകുന്നില്ല. ബാരിക്കേഡ് കൊച്ചിയിലും ഒരു സംഘർഷ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ അവിടെ നിൽക്കുകയാണ്. ഇന്ന് പലയിടങ്ങളിലായി പ്രതിഷേധം നമ്മൾ കണ്ടു. അതിൻ്റെ ആ പ്രതിഷേധങ്ങളുടെ ഒരു ശ്രദ്ധാകേന്ദ്രം കേരള സർവകലാശാല തന്നെയായിരുന്നു. കേരള സർവകലാശാല പ്രതിഷേധം കണ്ടു, അതുപോലെ AISFന്റെ പ്രതിഷേധം കണ്ടു. കൊച്ചിയിലാണെങ്കിൽ BSNL ഓഫീസിലേക്ക് SFIയുടെ പ്രതിഷേധം നിൽക്കുന്നത്. രാജ്ഭവനിലേക്കുള്ള SFI മാർച്ചുമായി ബന്ധപ്പെട്ടാണ്. അവിടെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. റാഫി കരീം നമുക്കൊപ്പം തുടരുന്നുണ്ട്. റാഫി, ഇനി കുത്തിയിരുന്ന പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടക്കുകയാണോ? റാഫി, റിജിത്ത്, തീർച്ചയായും 2 തവണയാണ് ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അല്പസമയം മുൻപ് വരെയും സ്ഥിതി സംഘർഷാവസ്ഥയായി നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്നത്. ആദ്യം പ്രവർത്തകർക്ക് നേരെ പോലീസ്